മിലു മിലു പെണ്ണേ മിലു പെണ്ണേ. ഹായ് ഹലോ, എബീസ് വേൾഡിൻ്റെ മറ്റൊരു പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കല്യാണ തിരക്കുകളും ബഹളവും ഒക്കെ കഴിഞ്ഞതിന് ശേഷം നല്ല ലേറ്റായിട്ടാണ് കേട്ടോ ഞങ്ങളെല്ലാവരും എഴുന്നേറ്റത്. അതിൻ്റെ കാരണം എന്തെന്ന് വെച്ചാൽ നല്ല മഴയാണ് ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും കിടന്നുറങ്ങാനും ഭയങ്കര ഉത്സാഹമായിരുന്നു. നല്ല ലേറ്റായിട്ടാണ് എഴുന്നേറ്റ് ഫുഡെല്ലാം കഴിച്ച് ഞങ്ങൾ കുറച്ച് നേരം ഒന്ന് വിശ്രമിച്ചതിന് ശേഷം ഞങ്ങളുടെ ടെറസിൻ്റെ മുകളിൽ, ഞങ്ങളുടെ അല്ല ടീച്ചറിൻ്റെ വീട്ടിലെ ടെറസിൽ നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ വീട്ടിൽ ആദ്യ അതെടുക്കാൻ പറ്റും കേട്ടോ. ഒരുപാട് ചക്കയുണ്ടായിരുന്നു, അതെല്ലാം തറയിൽ വീണ് എല്ലാം തല്ലിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേയൊക്കെ വീട്ടിലത്തേക്ക് തന്നെ എടുക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നു, ബാക്കിയെല്ലാം കേടായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ തന്നെ നമ്മുടെ പേരമരത്തിൽ നിന്ന് പേരയ്ക്കയും കൂടെ ഇങ്ങോട്ട് ചാഞ്ഞ് കിടപ്പുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ വെച്ച് തന്നെ കുറേ പേരയ്ക്ക എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ ആരും അങ്ങനെ ഈ ടെറസിൽ കയറാൻ മടിച്ചിട്ട് തന്നെ ആരും അങ്ങനെ പേരയ്ക്കൊന്നും പോയി എടുത്ത് കഴിക്കാറില്ല. ഞാൻ വരുമ്പോഴാണ് ഇങ്ങനെ ടെറസിലൊക്കെ കയറി പേരയ്ക്കൊക്കെ എടുത്ത് കഴിക്കാറുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ചുവന്ന പേരയ്ക്ക കഴിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ചെറിയൊരു കേടും ഉണ്ടായിരുന്നു, അപ്പോൾ അത് നമ്മൾ നോക്കി വേണം എടുത്ത് കഴിക്കാൻ. തറയിൽ ഒരുപാട് പഴുത്ത് വീണ് കിടപ്പും ഉണ്ടായിരുന്നു, അതൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ മിക്കവും ഞാനും ചേട്ടനാണ് ടെറസ് നിന്നത്. ഇച്ചിരി ചൂടുണ്ടായിരുന്നു തറയിൽ. അവന് തറയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ അധികമൊന്നും അവന് നിർത്തിയിട്ടുണ്ടായിരുന്നില്ല, എപ്പോഴും ഞാൻ എടുത്താണ് വെച്ചിരുന്നത്. പിന്നെ തറയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് കരയുന്ന സമയത്ത് മാത്രം ഞാൻ തറയിൽ നിർത്തും, ബാക്കിയുള്ള ടൈമിലെല്ലാം എൻ്റെ ഒക്കത്ത് തന്നെയായിരുന്നു കേട്ടോ അവൻ. അങ്ങനെ ചേട്ടന് കുറേ ടെക്നിക്കൊക്കെ ഉപയോഗിച്ചാണ് അത് അടുത്തെടുത്തത്. എന്ന് വെച്ചാൽ ഇച്ചിരി ഒന്ന് പാളിപ്പോയാൽ തറയിൽ വീണെല്ലാം തല്ലിപ്പോവും, അങ്ങനെയായിരുന്നു. കൂട്ടത്തിൽ വലുതിനെ അങ്ങനെ എടുക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല, നല്ല പാടായിരുന്നു. ബാക്കിയൊക്കെ ചേട്ടൻ കവർ കെട്ടിയിട്ടാണ് എടുത്തത്. പിന്നെ അതിലുള്ളതിൽ വലുതെന്ന് വെച്ചാൽ നല്ല വലുതാണ്, അപ്പോൾ കവറിൽ അത് നിൽക്കത്തില്ല, ചിലപ്പം പൊട്ടിപ്പോയാലെന്നുള്ള പേടിയായിരുന്നു. പിന്നെ താഴെ നമ്മൾ വീട്ടിലോട്ട് പോയിട്ട് ബക്കറ്റ് എടുത്തിട്ട് വന്നു കേട്ടോ. ആ നേരം കൊണ്ട് ഞാനും മിക്കും പേരമരത്തിൽ കുറേ പേരയ്ക്ക് അകത്താക്കി കുറച്ചെടുത്ത് ഞങ്ങൾ താഴോട്ട് കൊണ്ടുപോയി എല്ലാവരും ഇട്ട് വെച്ച് കഴിക്കാനായിട്ട് അങ്ങനെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല മധുരമായിരുന്നു. പിന്നെ ചേട്ടൻ ആ ബക്കറ്റൊക്കെ കൊണ്ടുവന്നാണ് ഇതിനെ എടുത്തത് കേട്ടോ. ഇതാ കവറിലായിരുന്നെങ്കിൽ സത്യത്തിൽ അത് നന്നായി തറയിൽ വീണ് തന്നെ പൊട്ടിപ്പോകുമായിരുന്നു. അപ്പോൾ നമുക്ക് വീട്ടിലത്തേക്കും കൊണ്ടുവരണമെന്ന് വിചാരിച്ചു, പക്ഷേ മറന്നുപോയി കേട്ടോ, എടുത്ത് കഴിക്കാനും മറന്നുപോയി. പിന്നെ അത് കടയിൽ കൊണ്ടുപോയി വിൽക്കാമെന്ന് വിചാരിച്ചു. ഒന്നോ രണ്ടോ ഒക്കെ വീട്ടിലത്തേക്ക് എടുത്തിട്ട് ബാക്കി കടയിൽ കൊണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണല്ലേ. ഇതൊക്കെ സാധാരണയായിട്ട് വന്നതാണ്, നമ്മൾ നട്ടുപിടിപ്പിച്ചതല്ല, തനിയെ പൊടിച്ച് വന്നതാണ്. അതൊരു വലിയ ചക്ക എടുത്ത് മിക്കുവിൻ്റെ കയ്യിൽ കൊടുത്തു കേട്ടോ. അപ്പോൾ അതിൻ്റെ മുള്ള് കൊണ്ടപ്പോഴത്തേക്കും അയ്യോ വേണ്ടാന്നും പറഞ്ഞ് ഞാൻ കൈ വലിച്ചു. പിന്നെ അവൻ തൊട്ടതേ ഇല്ല കേട്ടോ അതിലോട്ട്, ആ ഒരു വലുതിലോട്ട് തൊട്ടിട്ടില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എൽസയും കൂടെ കൊണ്ടുവന്നു കേട്ടോ. അങ്ങനെ എൽസയും മിക്കവും കൂടെ ആയിരുന്നു, ഭയങ്കരമായിട്ട് കളിയും ബഹളമായിരുന്നു കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് അടി കൂടലും ഉണ്ട്, എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇരിക്കാം. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പിടിയും വലിയും അടിയും ഒക്കെ ഉണ്ട് കേട്ടോ. ചില സമയത്ത് ഇതുപോലെ ഇരുന്ന് കളിക്കുന്നതും കാണാം. ഞാൻ പിന്നെ എൽസയുടെ കയ്യിൽ ഒരെണ്ണം കൊടുത്തു കേട്ടോ. അവൾ ഈ മുള്ളിൽ തൊട്ട് അങ്ങനെ നിന്ന് ചിരിച്ചുകൊണ്ടിരുന്നു, അല്ലാതെ വലിയ ബഹളമൊന്നും ഉണ്ടാക്കിയില്ല. പിന്നെ ചേട്ടൻ ഒരു ചെറുതെടുത്ത് കൊടുത്തു മിക്കുവിൻ്റെ കയ്യിൽ, അവ എടുക്കൂല്ലെന്ന് അറിയാൻ വേണ്ടി കൊടുത്തു. അപ്പോൾ അവ അത് സുഖമായിട്ട് കൊണ്ടുവന്ന് കൊടുത്തു കേട്ടോ അമ്മയുടെ കയ്യിൽ. പിന്നെ അവിടെ തറയിൽ കിടന്ന് ഓരോ സാധനം എടുത്ത് അങ്ങോട്ട് കൊടുക്കുകയായിരുന്നു അവൻ്റെ ജോലി. ഇതെൻ്റെ വല്യച്ഛൻ്റെ മോനാണ് കേട്ടോ. ചേട്ടൻ പുതിയതായിട്ട് ഒരു ഓട്ടോറിക്ഷ എടുത്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് കാണിക്കാൻ വേണ്ടി വന്നതാണ്. കാണിക്കാനല്ല, അതുവഴി പോയപ്പോഴത്തേക്കും ഞങ്ങൾ നിർത്തി കുറച്ചേരം സംസാരിച്ചാണ് കേട്ടോ. പിന്നെ ഇതാ മിക്കു എബിയൊക്കെ ഒരു പുതിയ വണ്ടി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു മിക്കുവിന്, അത് വെച്ച് കളിയായിരുന്നു കേട്ടോ. പിന്നെ എൽസുവും വന്നിട്ടുണ്ടായിരുന്നു. അത് ഈ സമയത്ത് അഞ്ചു ഉണ്ടായിരുന്നില്ല കേട്ടോ, അവൾ ക്ലാസ്സിന് പോയിട്ടുണ്ടായിരുന്നു. അഞ്ചുവും മിലുവും ഇവിടെ ഉണ്ടായിരുന്നില്ല. അമ്മയൊക്കെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തല്ല, ഞങ്ങളുടെ പള്ളിയിലുള്ള ഒരു അപ്പൂപ്പ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മയും ടീച്ചറും ഒക്കെ അങ്ങോട്ട് പോയ സമയത്ത് നമ്മളെല്ലാവരും ഇവിടെ ഫ്രണ്ടിൽ തന്നെ ഇരുന്ന് സംസാരിച്ചൊക്കെ ഇരുന്നു. കുറേ നേരം ആയപ്പോഴത്തേക്ക് പെട്ടെന്നൊരു മഴയും പെയ്തു കേട്ടോ. അപ്പോൾ കുറച്ച് കഴിഞ്ഞ സമയത്ത് മിക്കുവിന് ദോശ കൊടുക്കാൻ വേണ്ടി ഞാൻ കടയുടെ ഫ്രണ്ടിലോട്ട് വന്നിരുന്നായിരുന്നു കേട്ടോ. അപ്പോൾ അവന് ഇവിടെ ഇരുന്ന് ഇങ്ങനെ കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഞാൻ അവന് വാങ്ങിക്കൊടുത്ത ഗ്ലാസ്സാണ് കേട്ടോ. ഇത് അവന് ഭയങ്കര ഇഷ്ടമാണ്. ജ്യൂസ് കുടിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതിൽ വെള്ളമൊക്കെ കുടിക്കുന്നു. അവനിങ്ങനെ വെള്ളം കുടിക്കുന്ന സമയത്ത് ഇങ്ങനെ വെള്ളം അതിന് കുറഞ്ഞു വരുന്നത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഒരു ദിവസം ഈ വെള്ളം കുടിച്ച സമയത്ത് താഴോട്ടൊന്ന് ഊതിയപ്പോഴത്തേക്ക് കുമിള വരുന്നത് കണ്ടതിന് ശേഷം ഭയങ്കരമായിട്ടും ആ ഒരു കളിയായിരുന്നു. 2 ദിവസം ഫുൾ അതായിരുന്നു കേട്ടോ. താഴോട്ട് ഊതലായിരുന്നു അവൻ്റെ
അവൻ്റെ ജോലി. അതിങ്ങനെ കുമ്പള വരുന്നത് കാണുമ്പോഴത്തേക്കും അവന് ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെയൊക്കെ നിന്ന് കളിച്ചുകൊണ്ട് നിന്നു. ഇപ്പോൾ കുഴപ്പമില്ല കേട്ടോ. ഇപ്പോൾ അവൻ ജ്യൂസ് എന്ന് പറഞ്ഞാൽ അതാണ് അവന് ഭയങ്കര ഇഷ്ടം. അങ്ങനെയൊക്കെ വെച്ച് കുടിച്ചു. പിന്നെ ഡാൻസ് കളിയായിരുന്നു കേട്ടോ. ഫുൾ ടൈം അവൻ ഇതുപോലെ ഡാൻസ് കളി, കൊട്ട്, ഇതൊക്കെ തന്നെയാണ് അവൻ്റെ ജോലി. ഇപ്പോൾ എൻ്റെ ആൻറ്റിയുടെ മോളാണ് കേട്ടോ വാവച്ചി എന്നാണ് പണ്ട് തൊട്ടേ വിളിക്കുന്നത്. യഥാർത്ഥ പേര് റിൻസി എന്നാണ് കേട്ടോ. അപ്പോൾ അവളിവിടെ ഉണ്ട്. ഞാൻ എൻ്റെ മുമ്പ് എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ആൻറ്റിയുടെ മകൾ മരിച്ച കാര്യം, ബിൻസി. അപ്പോൾ അവളുടെ അനിയത്തിയാണ്. ഇപ്പോൾ അവളുടെ മക്കളെയൊക്കെ ഇവളാണ് നോക്കുന്നത് കേട്ടോ. ഇവളും ചെറുതായിട്ടൊക്കെ ജോലിക്ക് പോകുന്നു ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ പിള്ളേർ ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് അവൾ ഒരിടത്തും പോകുന്നില്ല. ഇനി അവൾക്ക് എവിടെയെങ്കിലും ജോലിക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ സമയത്ത് എൽസുധ ഞങ്ങളുടെ അടുത്ത് വന്ന് കിടന്ന് ഭയങ്കര ഉറക്കമായിരുന്നു. ഈ സമയത്ത് ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോഴാണ് മിക്കുവിന് ഇതിൽ സൗണ്ട് കേൾക്കും. നമ്മൾ വീഡിയോ എടുക്കുമ്പോഴും ഓഫ് ആക്കുമ്പോഴും ഒരു ടിക്ക് സൗണ്ട് കേൾക്കുമല്ലോ. ആ ഒരു സൗണ്ട് മിക്കുവിന് ഇഷ്ടമായതുകൊണ്ട് തന്നെ അവൻ വീഡിയോ എടുക്കാമെന്നും പറഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. എന്നെ വീഡിയോ എടുക്കാനേ സമ്മതിച്ചില്ല. എൽസു പാവം ഇതൊന്നും അറിയാതെ സുഖമായിട്ട് അവൾ ഉറക്കമായിരുന്നു കേട്ടോ. എൽസുവിനൊരു ഉമ്മ കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഉമ്മ കൊടുക്കുന്നതാണ്. അവൻ്റെ ആ മൈൻഡ് മാറ്റാൻ വേണ്ടി ഞാൻ പല ഐഡിയയും കാണിച്ചെങ്കിലും അവന് ഫോൺ കൊടുത്തേ പറ്റൂ. അവന് വീഡിയോ എടുക്കണം, ഫോട്ടോ എന്നും പറഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു. എന്നാലും ഞാനങ്ങനെ ഫോട്ടോ എടുക്കാനൊന്നും അങ്ങനെ അധികം കൊടുത്തൊന്നുമില്ല. എടുത്ത ഫോട്ടോയൊക്കെ അവൻ്റെ തലമുടിയും കണ്ണിൻ്റെ പകുതി ഭാഗം അങ്ങനെയൊക്കെയാണ് അവൻ വീഡിയോ എടുത്തത് കേട്ടോ. ഇവിടെ കറണ്ട് ഇല്ലായിരുന്നു. ലൈനിൻ്റെ എന്തോ പ്രോബ്ലമായിട്ട് ലൈൻമാൻമാർ വന്ന് അതൊക്കെ ശരിയാക്കിയായിരുന്നു. അപ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയും കറണ്ട് ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഫോണിൽ ചാർജൊക്കെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ വേറെ വലിയ വീഡിയോസ് ഒന്നും എടുക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങൾ പിന്നെ ചോറൊക്കെ കഴിച്ചു, ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിച്ചു. പിന്നെ ഇത് വൈകുന്നേരത്തെ വീഡിയോസാണ് കേട്ടോ. അതുവരെയും ഫോൺ സ്വിച്ച് ഓഫ് ആയിപ്പോയി. അതുകൊണ്ട് തന്നെ വേറെ വീഡിയോ ഒന്നും എടുക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ മിക്കുവിനെയും കൊണ്ട് ഇപ്പുറത്ത് കുഞ്ഞമ്മേരെ വീട്ടിലോട്ട് വന്നു. അവിടെ നിന്ന് സംസാരിച്ചൊക്കെ ഇരുന്നു. കുഞ്ഞമ്മ തയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ട് ഞങ്ങൾ അങ്ങനെ കുറേ നേരം വരെ ഇരുന്നു. അപ്പോൾ മിക്കുവിന് ഇഷ്ടമില്ലാത്ത ഒരു പാട്ട് പാടിയ സമയത്ത് മിക്കു കാണിച്ചതാണ് കേട്ടോ. തത്തേ എന്നൊരു പാട്ട് പാടി. ആ സമയത്ത് അവന് ചില സമയത്ത് ഇങ്ങനെയൊക്കെ അവൻ കാണിക്കും കേട്ടോ. അവനതൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ കാവ്യ വഴക്ക് പറഞ്ഞപ്പോഴത്തേക്ക് കാവ്യ ചിരിപ്പിക്കാൻ വേണ്ടി അവന് ഓരോരോ ഐഡിയകളൊക്കെ കാണിച്ച് അങ്ങനെ ഇരുന്നാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു കുഞ്ഞു വ്ളോഗ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ മിക്ക എടുത്ത വീഡിയോ ആണ് കേട്ടോ ബാക്കി വരുന്നത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരിക്കണം. എല്ലാവരുടെയും കമൻസും അതുപോലെ ഇടണം കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.